ഇല്ല, ഇതാണ് ഒരു വാതിലാണ്. ഇതിങ്ങനെയാണ് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. ഇരുട്ടതായതുകൊണ്ട് കാണില്ല. ഇത് പിന്നെ ഞങ്ങൾ റൂമിലാണെന്ന് പറയുന്നത്. പക്ഷെ ഇത് കക്കൂസിയായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് റൂമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് അറ്റാച്ച്ഡ് റൂമിനെയാണ്. ഇവിടെ ചാക്ക് സാധനങ്ങളൊക്കെ കെട്ടി കിടക്കുകയാണ്. ഗോഡൌണാണ്. പിന്നെ ഇത് ബക്കറ്റാണ്. ഈ ബക്കറ്റ് അതിനുള്ളിൽ ഇരിക്കുന്നതാണ്. എന്റെ ബക്കറ്റ് ഏത് പട്ടിയാണ് വെച്ചാണ്. അപ്പൊ ശരി, ലൈറ്റ് വെക്കാം. ഇന്നലെ അഖിലാജി കിടന്നത് ഇവിടെയാണ്. അഖിലാജി കിടന്നത് ഇവിടെയാണ്. ഞാൻ അടുത്ത ഭാഗം വരുമ്പോഴാണ് നമ്മൾ പുറത്തേക്കുള്ള വാതിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വാതിലാണ് നമ്മൾ അടുത്ത വാതിലുള്ള എന്ന് പറയുന്നത്. രണ്ട് വാതിലുണ്ട്. രണ്ട് വാതിൽ വെച്ചിട്ടുള്ള ജോയിന്റ് ആണ് ഇവര്. ഒരു പഴയ വാസ്തുശില്പ രീതിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇൻഡക്ഷൻ കുക്കർ പുതിയതാണ്. 1800 സംതിങ്ങിന് വാങ്ങി വെച്ചതാണ്. പിന്നെ വലിയൊരു വെട്ടി നിർത്തിയിരിക്കുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുപ്പി, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത്തരം നോക്കിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പുറത്തെ വീടും കാണാൻ ഇവിടെ ഒരു കണക്കുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുക്കള കണ്ടോണ്ടിരിക്കുക. തുറക്ക്. ഇതാണ് അടുക്കളയിലെ സ്റ്റോർ റൂമാണ്. ഈ റൂമിൽ വരുന്നത് നിറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കാലിപ്പെട്ടിയാണ്. ഒന്നുമില്ല, ഒരു മുഖാത്തമാണുള്ളത്. മറ്റേ തുറക്കുന്നില്ല. അത് ചിലപ്പോൾ തുറന്ന പിന്നെ അടയ്ക്കാൻ പറ്റില്ല. ഇതിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തുറക്കുന്നില്ല. മറ്റൊരു റൂമാണ്. ഇത് റൂമല്ല, ഒരു ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് ചെയ്ത ആ ഒരു റൂമാണ് അതിന്റെ അകത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്തൊരു തുണികളായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കടത്തേക്ക് പോട്ടെടുക്കാൻ കൊണ്ട് പറ്റും. ഇവിടെ പിന്നെ തുണികളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. തലമാരിയായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വാതിലിന്റെ കണ്ണട. ഹായ്, ഇന്ന് തന്നെ കാണാൻ സാധിച്ച്. ഇങ്ങനെ ഉപയോഗിക്കാം. കണ്ണടയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അലമാരിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ ബാഗുകൾ വെച്ചിരിക്കുകയാണ്. ഇവിടെ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന ഇവിടെയാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ ഒരു 4 പേർക്ക് കിടക്കാനുള്ള സ്ഥലം മാത്രമാണ് ഉള്ളത്. അത്ര തന്നെ. സ്റ്റെപ്പുംപടി റോഡുകളാണ്. കാണുന്ന സ്റ്റെപ്പുംപടി പോലെ പോടി. ഇവിടെ അജിത്തിരുന്ന് വേറൊരു ടി വി ആണെങ്കിലാണ് ആണെങ്കിലാണ്. ഇവിടെ ഒരു റൂമാണുള്ളത്. റൂമിന്റെ പുറത്താണ് അജിത്ത് രാവിലിരിക്കുന്നത്. ഇതിനുള്ളിൽ കയറുന്നത് റൂമിന്റെ പുറത്തൊന്നുമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ജിംനേഷ്യം നടത്തുന്ന സ്ഥലമാണ്. അതിന്റെ എവിടെയാണ് ജിമ്മെടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ജിമ്മെടുക്കാൻ സാധനങ്ങളുണ്ട്. പക്ഷെ കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. പറമ്പ് കോണിപ്പടി. എന്റെ ഡ്രസ്സ് അവിടെ ഇരുന്ന് തന്നെ എടുക്കുകയാണ്. പക്ഷെ ഈ റൂമിലുള്ള ആരും ഉപയോഗിക്കുന്നില്ല. വെറുതെ അടക്കിയിടാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കോൾ ചെയ്യാൻ, ബിപിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് റേഞ്ച് കിട്ടുന്ന റൂമാണ്. ഇതിനുള്ള എന്താണെന്ന് അറിയില്ല. കുട്ടികളൊക്കെയാണ് അവരുടെ ഭാവി കുറെ അതുകൊണ്ട് തെക്കിനി. അതാണ് കടവിന്റെ ഒരു പൊത്തുകാണാണ്. ആ പൊത്തിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. നമ്മളിരുന്നുണ്ട്. ആ ചെമ്പ് മാത്രമൊക്കെ കാണാറുണ്ട്. നേരത്തെ പെട്ടി കൊടുത്തൊരു പെട്ടി ഒരുക്കിട്ട്. പിന്നെ എന്തിയാണെന്ന് അറിയില്ല. അപ്പൊ ഇത്രയുമാണ് ഈ റൂമിലെ കാഴ്ചകൾ. നമ്മുടെ അടുത്ത റൂമിലെ കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനുവേണ്ടി ഒരു ഷട്ടർ ദിവസത്തിന്റെ അരവിന്ദിലേക്ക് ഈ നീര് തെറ്റിക്കളെ. വീട് പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത നമ്മുടെ ഈ റൂമിൽ 2ാം നിലയിലെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ അടുത്ത റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യമായി കാണുന്നത് ഒരു വിഗ്രഹ രൂപമാണ്. ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്.
കിടക്കകളൊക്കെ നികർന്നു കിടക്കുന്നുണ്ട്. ഇതിപ്പോ അതുപോലെ 2-3 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഒരു മുറിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നാട്ടു റൂം പോലെ തന്നെ അലമാരകൾ കാണുന്നുണ്ട്. ചുറ്റുമുണ്ട്, അലമാരുണ്ട്. അതേപോലെ ഇവിടെ കക്കൂസിയുണ്ട്. അവരുടെ ക്ലോസറ്റിന് വ്യത്യാസമുണ്ട്. സാധാ പണ്ട് പരമ്പരാഗതമായ രീതിയിലുള്ള രാജകുമാരുടെ കാലത്തുള്ള ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അപ്പൊ ഇനി ആർക്കും തോന്നി പോലെ പ്രവേശിക്കാൻ പറ്റില്ല. വീണ്ടും കാണാം. അത് നമ്മൾ വീണ്ടും കാണാതെ മുന്നിലെത്തിയിരിക്കുകയാണ്. അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചടങ്ങുകൾ തീർന്നിരിക്കുക. ഓക്കെ.